ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കെ പരിവാർ. ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. ARM ടീം ഇന്ന് അവരുടെ സക്സസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് മസ്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ടൊവിനോ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ടൊവിനോനെ കാണാനും ഒരു ചോദ്യം ചോദിക്കാനും എനിക്കൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രോഗ്രാം 400 പേരുടെയാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്കങ്ങനെ എല്ലാവർക്കും എൻ്റർ ചെയ്യാൻ പറ്റില്ല. എനിക്കതിൽ ഈ ചോദ്യം ചോദിക്കാൻ അവസരം കിട്ടിയതുകൊണ്ട് അവിടെ കയറാനും റിസർവ്ഡ് ആയിട്ടുള്ളൊരു സീറ്റുമായിരുന്നു എനിക്ക് അവിടെ ഉണ്ടായിരുന്നത്. എനിക്കൊരുപാട് സന്തോഷമായി. കാരണം എനിക്കങ്ങനെ റിസർവ്ഡ് സീറ്റുള്ളൊരു പ്രോഗ്രാമിനൊന്നും എനിക്കിതുവരെ പോകാനൊന്നും പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു അഹങ്കാരമാണ് കേട്ടോ നിങ്ങളെ കണ്ടത്. നല്ല അടിപൊളി ശിങ്കാരമേളത്തോട് കൂടിയിട്ടാണ് ഇവരെ ആ ഹോളിലോട്ട് ഇൻവൈറ്റ് ചെയ്തത് കേട്ടോ. ടൊവിനോ ഉണ്ടായിരുന്നു, ജിതിൻ ലാൽ ഉണ്ടായിരുന്നു, പടത്തിൻ്റെ ഡയറക്ടർ സഞ്ജു ശിവറാം ഉണ്ടായിരുന്നു, പിന്നെ ഒരു കിറ്റിലും ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. സുഖമാണോ എല്ലാവർക്കും? ARM എത്ര പേര് കണ്ടു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കണ്ടവർക്കൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ സിനിമ 2017 മുതൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഈ സിനിമ. അതിപ്പോ അതിന്റെ പൂർണ്ണതയിലെത്തി. ഒരുപക്ഷെ എന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളൊന്നായിട്ട്, ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട സിനിമകളിലൊന്നായിട്ട് മാറി. അതിന് ആത്യന്തികമായിട്ട് നന്ദി പറയേണ്ടത് എന്നെ ഇത്രയും വർഷം ഈ ഒരു സിനിമാ രംഗത്ത് നിലനിർത്തിയ, ഇപ്പോ ഈ സിനിമയ്ക്കും ഇത്രയും വലിയ വിജയം നൽകിയ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് തന്നെയാണ്. പടത്തിൻ്റെ ഒരു ജേണിനെ പറ്റിയിട്ടും അതിൻ്റെ സക്സസിനെ പറ്റിയിട്ടും അവർ കുറേ നാളെടുത്ത എഫേർട്ടിനെ പറ്റിയിട്ടും ഒക്കെ 3 പേരും അത്യാവശ്യം നന്നായിട്ട് കുറേ നേരം സംസാരിച്ചു കേട്ടോ. ഹാഫ് ആൻ അവർ ഉണ്ടായിരുന്ന പ്രോഗ്രാം ഒരു മണിക്കൂർ കഴിഞ്ഞു ആക്ച്വലി ആ പ്രോഗ്രാം തീരുമ്പോൾ. നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ മറ്റൊരാൾ കൂടി ചിന്തിക്കണം. അത് അയാൾ രക്ഷപ്പെടണം, അയാൾ നല്ല സിനിമ ചെയ്യണം, അയാൾക്കൊണ്ട് നല്ല സിനിമ ചെയ്യണം തോന്നണം. അങ്ങനെ ഒരു തോന്നൽ ഈ സിനിമയിൽ ടൊവി, എനിക്ക് 100 വട്ടം ഞാൻ പറയാം, ടൊവി 3 കഥാപാത്രങ്ങൾ ചെയ്തൊരു സിനിമയിൽ അവരേക്കൊന്ന് സ്വപ്നം പോലും ഉണ്ടാവുന്നില്ല. ആ സമയത്ത് ജിതിൻ ലാൽ എന്ന് പറയുന്ന ഒരാൾ, ഒരു നവാഗത സംവിധായകൻ, അങ്ങനെ ചിന്തിക്കുകയും അതിനുവേണ്ടി 8 വർഷവും കാത്തിരിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു ഭാഗ്യമാണ്. സോ ആ ഭാഗ്യത്തിൻ്റെ കൂടെ എനിക്ക് സഞ്ചരിക്കാൻ പറ്റി, ഇതിന് ഭാഗമാകാൻ പറ്റി. ഞാൻ ടൊവിനോട് ചെയ്ത 3ാമത്തെ സിനിമയാണത്. എനിക്ക് ഞാൻ ഈ ഷൂട്ടിന്റെ കാര്യങ്ങളൊക്കെ ലാലേട്ടനും നമ്മുടെ രാജീവിനൊക്കെ ഡയറക്ഷനിലോട്ട് കടന്നപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ഡയറക്ഷൻ പ്ലാനിങ് ഉണ്ടോ? അതിപ്പോ ഞാൻ എനിക്ക് കുറച്ചെങ്കിലും അറിയാം എന്നെനിക്ക് തോന്നുന്നത് അഭിനയമാണ്. ബാക്കിയുള്ള ഒന്നിനെ പറ്റിയിട്ടും പ്രത്യേകിച്ച് ഒരു അറിവില്ല എന്ന് ഒരു തോന്നലും ഒരു വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ ഞാനിപ്പോ ഇതിലാണ് ഇനിയും കുറെ സ്കോപ്പ് ഫോർ ഇംപ്രൂവ്മെന്റും ഉണ്ട്. അത് ഞാനിപ്പോ ഇതിൽ ട്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിലേക്ക് വേറെ ഒന്നിലേക്ക് ശ്രദ്ധ പോകണ്ട എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ആലോചന. പ്രൊഡക്ഷനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എന്റെ ചേട്ടനും മാനേജറൊക്കെ കൂടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഞാനതൊരു ഫേസ് ആയിട്ട് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. എനിക്ക് സിനിമ പണിയും കൂട്ടുകാരായിട്ടുള്ള ചില്ലിങ്, വീട്ടുകാരായിട്ടുള്ള ചില്ലിങ് എന്നുള്ളത് മാത്രമേ ഇപ്പൊ എന്റെ അജണ്ടയിലുള്ളൂ. പിന്നെ ഈ പറയുന്ന സംവിധായകരൊക്കെ ജീവിച്ചു പോട്ടെ. ക്വസ്റ്റ്യൻസ് ചോദിച്ചതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ആൻസർ കേട്ടപ്പോഴാണ്. ഡയറക്ഷൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഒറ്റ വാക്കിൽ നിർത്താമായിരുന്ന ആൻസർ ഒരു 2 മിനിറ്റോളം എടുത്ത് പുള്ളി എൻ്റെ അടുത്ത് സംസാരിച്ചു. എനിക്കൊരുപാട് സന്തോഷമായിട്ടോ അത് കണ്ടപ്പോൾ. പിന്നെ അവിടെ ലോഗോ ലോഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻസ് കുറച്ച് ARMനെ പറ്റി ഒരു 5-6 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ആൻസർ പറയുന്നവർക്ക് അവിടെ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് ARMന്റെ സക്സസ് സെലിബ്രേഷനാണ് അവർ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു വലിയ കേക്ക് മുറിച്ചു. എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളോടെയാണ് വിഷു, ഞങ്ങൾ വിഷു എന്ന് പറഞ്ഞ സ്നേഹത്തോടെ വിളിക്കുന്നത് തുഷാരതയുടെ. അപ്പോൾ അത് എനിക്കറിയില്ലായിരുന്നു ഇവിടെ കേക്ക് ഒരു
സഹോദര സ്ഥാപനം ഉണ്ടെന്നും. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഒമാനിൽ വന്നിട്ട് വിഷുവിന്റെ കേക്ക് കഴിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. കേക്ക് പിഷാരടി ചേട്ടൻ്റെ ഷോപ്പുണ്ട് നമ്മുടെ ഈ അവന്യൂ സ്മാളിൽ മസ്കറ്റിൽ. അവിടെ നിന്നായിരുന്നു ആ കേക്ക്. അങ്ങനെ അതൊക്കെ മുറിച്ച് നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് പിന്നെ കാണാം.